നമസ്കാരം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. പീരിയോഡിക് ടേബിൾ. കഷ്ടപ്പാടാണ്, പാടാണ് എന്നൊന്നും വിചാരിച്ച് മാറി നിൽക്കരുത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പഠിച്ചു മാറ്റാം. മൂലകങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കെമിസ്ട്രി മറ്റ് ചാപ്റ്ററുകളൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതുവരെ 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര മൂലകങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 120ഓളം മൂലകങ്ങൾ. ഇതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ. ബാക്കിയുള്ളവ കൃത്രിമ മൂലകങ്ങളാണ്, ആർട്ടിഫിഷ്യലാണ്. ഈ മൂലകങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു പട്ടിക ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് സുപരിചിതമാണ്. ഇത് മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള സമഗ്രമായ ഒരു ഉപാധിയാണ്. ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇതുവരെ എത്ര മൂലകങ്ങളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്? 120 മൂലകങ്ങൾ. അതിൽ നാച്ചുറൽ ആയിട്ടുള്ള മൂലകങ്ങൾ 90 എണ്ണവും ബാക്കിയുള്ളവ ആർട്ടിഫിഷ്യൽ, മാൻമെയ്ഡ് ആണ്, കൃത്രിമമായിട്ടുള്ള മൂലകങ്ങളാണ്. ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നും ഈ പട്ടിക അറിയപ്പെടുന്നു. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയെടുത്തു. ഇതിനു മുമ്പ് പീരിയോഡിക് ടേബിൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള മൂലക വർഗീകരണത്തിലേക്ക് നയിച്ച ആദ്യകാല ശ്രമങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് പോകാം പീരിയോഡിക് ടേബിളിൻ്റെ ചരിത്രത്തിലേക്ക്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയ ആണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേര് ലാവോസിയ, അവിടുന്നാണ് തുടക്കം. അപ്പം ലാവോസിയ ആണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവയെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ഈ വർഗീകരണത്തിൻ്റെ ഒരു പരിമിതി. അപ്പോൾ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലാവോസിയാണ്. മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നുമാണ് അദ്ദേഹം എലമെൻറ്റുകളെ വർഗീകരിച്ചത്. മെറ്റലോയിഡ്സ് അഥവാ ഉപലോഹങ്ങളെ കണ്ടെത്തിയപ്പോൾ ഇവയെ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിൻ്റെ പോരായ്മയായിട്ട് വന്നത്. ലാവോസിയയുടെ വർഗീകരണം തൃപ്തികരമല്ലായിരുന്നു. അടുത്ത സയൻറ്റിസ്റ്റാണ് ഡൊബറൈനർ. 1780 മുതൽ 1849 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ലാവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡൊബറൈനർ ആണ്. അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്ന് വിളിച്ചു. ഇവിടെ 3 ചെറിയ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ ലിഥിയവും സോഡിയവും പൊട്ടാസ്യവുമാണ് വരുന്നത്. ഇതിൽ ലിഥിയത്തിൻ്റെ ആറ്റോമിക് മാസും പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് മാസും തങ്ങളിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസാണ്. സോഡിയത്തിൻ്റെ സ്ഥാനം ലിഥിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ ഇടയിലാണ്. അതുപോലെ തന്നെയാണ് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, അതുപോലെ തന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇങ്ങനെ 3 ഗ്രൂപ്പുകളാണ് തന്നിരിക്കുന്നത്. ഇവയാണ് ട്രയാഡ്സ് എന്നറിയപ്പെടുന്നത്. ത്രികങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. ആറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത് സഹായിച്ചു. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പരിമിതിയാണ്. അപ്പോൾ ഡൊബറൈനറുടെ ക്ലാസിഫിക്കേഷനും തൃപ്തികരമായിരുന്നില്ല. അടുത്ത സയൻറ്റിസ്റ്റാണ് ന്യൂലാൻഡ്സ്. 1837 മുതൽ 1898 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. തുടർന്ന് 1866 ന്യൂലാൻഡ്സ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. സ, രി, ഗ, മ, പ, ധ, നി, സ. അത് വീണ്ടും സ റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലേ? 8ാം സ്വരം ആദ്യത്തേതിൻ്റെ ആവർത്തനം എന്ന പോലെ.
ഈ നിയമം അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് എന്നറിയപ്പെടുന്നു. ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നത് ഇതിൻ്റെ പരിമിതിയായി രേഖപ്പെടുത്തപ്പെട്ടു. ഇവിടെ നോക്കുക, ന്യൂലാൻഡ്സിൻ്റെ അഷ്ടകങ്ങൾ എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് പ്രകാരം ആദ്യത്തെ മൂലകത്തിൻ്റെ അതേ സ്വഭാവം തന്നെയായിരിക്കും എട്ടാമത്തെ മൂലകവും കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂലകം ലിഥിയം ആയിരുന്നു. ലിഥിയം തൊട്ട് തുടങ്ങി ഫ്ലൂറിൻ വരെ 7 മൂലകങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പീരീഡിൽ. തൊട്ട് താഴത്തെ ഗ്രൂപ്പിലായിട്ട് ലിഥിയത്തിൻ്റെ താഴെയാണ് സോഡിയത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. നോക്കിക്കൊള്ളുക, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവയ്ക്കൊക്കെ ഒരേ ഗ്രൂപ്പിലാണ്, ഒരേ കോളത്തിലാണ് അവയെല്ലാം എഴുതിയിരിക്കുന്നത്. അതായത് ഒരേ സ്വഭാവം കാണിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ന്യൂലാൻഡ്സിൻ്റെ വർഗീകരണവും തൃപ്തികരമല്ലാതായി. അടുത്ത സയൻറ്റിസ്റ്റാണ് മെൻഡലിയേഫ്. 1834 മുതൽ 1907 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. വർഗീകരണം പട്ടികയിലൂടെ. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലിയേഫ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ്? മെൻഡലിയേഫ്. അപ്പോൾ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ സെക്കൻഡ് നെയിമിലാണ് അവർ കൂടുതൽ അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക, ആൽബർട്ട് എന്നല്ല. അതുപോലെ ഐസക് ന്യൂട്ടൺ എന്നാണ് അറിയപ്പെടുന്നത്, ഐസക് എന്നല്ല. അതുപോലെ തന്നെ മെൻഡലിയേഫ്, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. മൂലവർഗീകരണത്തിൻ്റെ ചരിത്രവഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ നിർമ്മാണഘട്ടത്തിലുണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 63 ആണ്. ഈ മൂലകങ്ങളെ മെൻഡലിയേഫ് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. എലമെൻറ്റുകളെ അവയുടെ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തത്. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി മെൻഡലിയേഫ് കണ്ടെത്തി. ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നു. എന്ത്? ഭൗതിക രാസഗുണങ്ങൾ. അതുകൊണ്ടാണ് പീരിയോഡിക് എന്നുള്ള പേര് വന്നത്. പീരിയോഡിക്, ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നത്. ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി മെൻഡലിയേഫ് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയേഫ് ആണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെൻഡലിയേഫ് ആണ്. 63 മൂലകങ്ങളായിരുന്നു പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നിലനിന്നിരുന്നത്. ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിൻ്റെ ക്രമത്തിലായിരുന്നു എലമെൻസിനെയൊക്കെ പട്ടികയിൽ വിന്യസിപ്പിച്ചത്. മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. മെൻഡലിയേഫ് ആണ് പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. എന്താണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് വേക്കൻറ്റ് സ്പേസുകൾ നമുക്ക് കാണാം. പുതുതായി കണ്ടുപിടിക്കുന്ന എലമെൻറ്റിൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ എലമെൻറ്റുകളെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്പേസുകളാണ് കാണിച്ചിരിക്കുന്നതൊക്കെ. മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. മൂലകങ്ങളെ വർഗീകരിച്ചപ്പോൾ ഒരേ ഗുണമുള്ള മൂലകങ്ങളെ സെയിം ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തി. ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി. രണ്ടാമത്തെ പോയിന്റ്, ചില മൂലകങ്ങൾ ആറ്റോമിക മാസുകളുടെ ആരോഹണക്രമം കൃത്യമായി പാലിച്ചില്ല. നമുക്കറിയാം ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റിനെയൊക്കെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ആരോഹണക്രമം കൃത്യമായി ചില എലമെൻറ്റുകൾ പാലിച്ചില്ല. ഇതിന് കാരണം ആറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് ആറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. ഉദാഹരണത്തിന് ബെറിലിയത്തിൻ്റെ ആറ്റോമിക മാസ് 14 നിന്ന് 9 പുനർനിർണയിച്ചു. മൂന്നാമത്തെ പോയിന്റ്, കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. രണ്ടാമത്തെ പോയിന്റ്,
ചില മൂലകങ്ങളുടെയൊക്കെ ആറ്റോമിക മാസ് പുനർനിർണ്ണയിക്കപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ്, കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അടുത്തത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഉദാഹരണം, സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. അപ്പോൾ ഗുണങ്ങൾ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയതൊരു പോരായ്മയാണ്. അടുത്ത പോയിന്റ്, ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. അപ്പോൾ ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു പോരായ്മയാണ്. അടുത്ത പോയിന്റ്, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. ഉദാഹരണം, കോബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ. മൂന്നാമത്തെ പോരായ്മയാണ് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. രണ്ടാമത്തത്, ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ പോയിന്റ്, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു പ്രധാന ഘടകമാണ് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പും പീരീഡും. പീരിയോഡിക് ടേബിളിൽ ഓരോ കോളങ്ങളെയും ഗ്രൂപ്പുകളായിട്ടും പീരീഡുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. അതായത് വെർട്ടിക്കലായിട്ട് നമ്മളൊരു വര വരച്ചാൽ ആ താഴോട്ടുള്ളവയെല്ലാം, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതെല്ലാം ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള കോളങ്ങളെ പീരീഡുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇടത് നിന്ന് വലത്തേക്ക് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ വലത്തോട്ടുള്ള കോളങ്ങളെയൊക്കെ നമ്മൾ പീരീഡ് എന്ന് വിളിക്കും. എങ്കിൽ പറയൂ, ആരാണ് ഹെൻറി മോസ്ലി? മറന്നുപോയി കാണും അല്ലേ? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹെൻറി മോസ്ലി. അത് പറഞ്ഞിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയിലേക്ക് കടന്നത്. നമുക്ക് നോക്കാം ആധുനിക പീരിയോഡിക് നിയമം. 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക മാസിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. എന്നാൽ ഹെൻറി മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ഇതിനെ ആറ്റോമിക നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി. ഇതാണ് മോഡേൺ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിള് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. അത് ഹെൻറി മോസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ പഠിച്ച സയൻറ്റിസ്റ്റുകളെയൊക്കെ ഒന്നും കൂടെ ഓർത്തെ. ആദ്യത്തേത് ലാവോസിയർ, രണ്ടാമത്തത് ഡൊബ്രൈനർ, മൂന്നാമത്തത് ന്യൂലാൻഡ്സ്, നാലാമത്തത് മെൻഡലീഫ്, അഞ്ചാമത് ഹെൻറി മോസ്ലി. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ സയൻറ്റിസ്റ്റ് ആയിരുന്നു ലാവോസിയർ. ലാവോസിയർ എലമെൻറ്റുകളെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും തരം തിരിച്ചു. അത് കഴിഞ്ഞ് വന്നതാണ് ഡൊബ്രൈനർ. അദ്ദേഹം എലമെൻറ്റുകളെ ചെറിയ 3 എലമെൻറ്റുകൾ അടങ്ങുന്ന 3 ഗ്രൂപ്പുകളായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അവയെ അദ്ദേഹം ട്രയാഡുകൾ അഥവാ ത്രികങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. അതിനുശേഷമാണ് ന്യൂലാൻഡ്സ് വന്നത്. അദ്ദേഹമാണ് ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം കൊണ്ടുവന്നത്. അതിൽ ആദ്യത്തെ എലമെൻറ്റിൻ്റെ സ്വഭാവം തന്നെയാണ് 8ാമത്തെ എലമെൻറ്റിൻ്റെ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. മെൻഡലീഫ്, അദ്ദേഹമാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. മെൻഡലീവ്സ് പീരിയോഡിക് ലോ ആവിഷ്കരിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ഫങ്ഷൻസ് ഓഫ് ആറ്റോമിക് മാസ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ രാസഭൗതിക ഗുണങ്ങൾ അതിൻ്റെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലമാണെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. പിന്നീട് വന്നതാണ് മോസ്ലി. മോഡേൺ പീരിയോഡിക് ലോ അദ്ദേഹം ആവിഷ്കരിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ഫങ്ഷൻസ് ഓഫ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമാണ് ഒരു എലമെൻറ്റിൻ്റെ രാസഭൗതിക ഗുണങ്ങൾ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്